നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ അതിനെ എങ്ങനെ ടാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന കാലം, ഇപ്പം നിങ്ങളെ ഭർത്താവ് തെറ്റിദ്ധരിക്കുമോ? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നിഷ്കളങ്കയാണെന്ന് നിങ്ങൾക്കറിയാം, നിൻ്റെ ദൈവത്തിനും അറിയാം. പക്ഷെ ഭർത്താവ് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പം നിങ്ങളെന്താ ചെയ്യണം? നിങ്ങൾ എല്ലാ നാട്ടുകാരെ വിളിച്ച് ഓരോ ബന്ധുക്കളെ സ്വന്തപ്പെട്ട പറയും, ഒന്ന് പറയേ, ഞാനിങ്ങനെ ഇത്രയും നിഷ്കളങ്കമായിട്ട് ജീവിച്ചിട്ടും ഞാനിങ്ങനെ കുരിശിൽ കയറുകയാണ് ജീവിതത്തിൽ. നീ ഷുഡ് നോട്ട് ടോക്ക് ടു എനിബഡി. നിങ്ങൾ ഒരു മനുഷ്യന്മാരോട് ഇത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ മനുഷ്യന്മാരോട് പറയുന്ന അനുസരിച്ചുകൊണ്ട് ഗ്രേസ് ടാപ്പിംഗ് നടക്കത്തില്ല. ഗ്രേസ് ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കൃപ ടാപ്പ്, റബ്ബർ ടാപ്പ് ചെയ്യത്തില്ലേ? റബ്ബർ നമ്മൾ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ആൾക്കാർ ടാപ്പിംഗ് തുടങ്ങത്തില്ലേ? അതുപോലെ ഗ്രേസ് ടാപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ നിഴലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ടാപ്പിംഗ് ടൈം ആണെങ്കിൽ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. ടാപ്പിംഗ് ടൈമിൽ എന്താണ്? ഇപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആൾക്കാർ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ വിളിച്ച് കൂട്ടിയൊക്കെയാണ് പറഞ്ഞത്. അല്ല, അതൊരു സൈലൻ്റായിട്ട് അവരും റബ്ബർ മരവും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. വേറെ ആരും അവിടെ ഇല്ല. റബ്ബർ മരവും അവരും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. ചിലപ്പോൾ ഇരുട്ടത്തായിരിക്കും, സൈലൻ്റ് ആയിരിക്കും ചെയ്യണതല്ല. ടാപ്പിംഗ് ടൈം എപ്പോഴും സൈലൻ്റാണ്, നിശബ്ദത. അമ്മ എപ്പോഴും അങ്ങനെയാണ്. ഗ്രേസ് ടാപ്പിംഗ് ടൈമിനെ കുറിച്ച് എൻ്റെ മക്കളെ, അതായത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ മറക്കേണ്ടത് നിങ്ങളുടെ നിയോഗങ്ങളാണ് മറക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ കുഴപ്പം. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ആദ്യം മറക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ നിയോഗങ്ങൾ മറന്നു കളയണം. എന്താ കാര്യം? അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ടാണ്. വൺസ് നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ കൊടുത്തു, ഈശോനെ ഏൽപ്പിക്കാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം നമ്മുടെ അല്ല. പിടിയില്ലേ? നമ്മളൊരിക്കലും ആ വിഷയം എഴുതി ടൈപ്പ് ചെയ്ത് അമ്മയുടേക്ക് കൊടുത്തു. അമ്മ 6 കാര്യമുണ്ട്. 6 അല്ല കേട്ടോ അമ്മേ, 10-60 കാര്യമുണ്ട്. ഇപ്പോൾ 6 അല്ല എഴുതാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നിൻ്റെ നീ അത് കൊടുക്കുമ്പോൾ തന്നെ ആ വിഷയം ടേക്കപ്പ് ചെയ്തു.